Hi friends, I am PT. This is our app review Audio Video Factory in the application. അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ യൂസ് എന്നുണ്ടെങ്കിൽ ഏതൊരു ഫോർമാറ്റിലുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഏതൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ഓഡിയോ വീഡിയോ തന്നെ ഒരുപാട് ഫോർമാറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഫോർമാറ്റുകൾ വ്യത്യസ്തമായിരിക്കും. പഴയ കാലത്ത് നമ്മളുടെ DVD പ്ലെയറിലും TVയിലും ഒക്കെ ആണെങ്കിൽ എല്ലാ ഓഡിയോ ഫോർമാറ്റുകളും വീഡിയോ ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കിടിലൻ ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഓഡിയോ ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ GIF ഒരു വീഡിയോനെ നമുക്ക് GIF ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് കംപ്രസ് ചെയ്ത് സൈസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് MP3 ആക്കാനും സാധിക്കും. അതുകൂടാതെ തന്നെ നിരവധി ഓപ്ഷൻസും ഈ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഇത് കാണിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെവർ ഷോ അഗൈൻ അടിച്ചു വിടുന്നു. ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വീഡിയോ ഫ്രം SD കാർഡ്, ഓഡിയോ ഫ്രം SD കാർഡ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് വീഡിയോ കൺവേർട്ട് ചെയ്ത് നോക്കാം. വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പറയും. ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ഇവിടെ മേളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. പ്ലേ ഉണ്ട്, കൺവേർട്ട് ഉണ്ട്, കംപ്രസ് ഉണ്ട്, ട്രിം ഉണ്ട്, എക്സ്ട്രാക്ട് MP3 ഉണ്ട്, എക്സ്ട്രാക്ട് GIF ഉണ്ട്, റിമൂവ് ഓഡിയോ ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൺവേർട്ടാണ്. കൺവേർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഈ പ്രീസെറ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള നമുക്കിങ്ങനെ താഴേക്ക് സ്വൈപ്പ് ചെയ്യാൻ ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോ ക്വാളിറ്റിയുള്ള വീഡിയോനെ ഹൈ ക്വാളിറ്റി കൺവേർട്ട് ചെയ്യാം. ഇവിടെ 1080p വേണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ ഓഡിയോ അതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കൺവേർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അടുത്ത ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ ഞാൻ അതേ വീഡിയോ തന്നെ എടുക്കുകയാണ്. വീഡിയോയുടെ അടുത്ത ഓപ്ഷൻ കംപ്രസ് എന്ന് പറഞ്ഞ സൈഡിലുണ്ടാകും. ഈ കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം വലിയ സൈസുള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് ചെറിയ സൈസിലേക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കും. അതായത് വലിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സൈസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോണിൽ അധികം സ്റ്റോറേജ് യൂസ് ചെയ്ത് തന്നെ സൂക്ഷിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതിനായിട്ടുള്ള ഓപ്ഷനും ഈ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ട്രിം എന്നുള്ള ഓപ്ഷനാണ്. ട്രിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള റീജിയനിൽ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായിട്ട് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് MP3 ആണ്. ഈ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട MP3 ആ പാട്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൺവേർഷൻ ടു MP3 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾക്ക് ഒരു പാട്ടിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ പാട്ടിൽ നിന്നും ആ വീഡിയോ നമുക്ക് അതിൻ്റെ പാട്ട് എക്സ്ട്രാക്ട് ചെയ്ത് MP3 ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷനാണ് എക്സ്ട്രാക്ട് GIF. നമ്മളെല്ലാവരും GIF വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോ GIF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് വേണ്ട റീജിയൻസ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിന്